Hi friends, welcome back to your channel Set and Paper. നിങ്ങളുടെ ചാനലിൽ പുതിയതായിട്ടാണെങ്കിൽ എൻ്റെ പേര് റാണി. അപ്പോൾ ഇന്ന് ഒരു അടിപൊളി സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നുമല്ല, ഷർട്ടിൽ നിന്നും എങ്ങനെ സ്കേർട്ട് തയ്ക്കാം. അപ്പോൾ ഇതിനു വേണ്ടി നമ്മുടെ വലിയവരുടെ ഷർട്ടും കൊച്ചുകുട്ടികളുടെ ഷർട്ടാണെങ്കിൽ പോലും ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ പറ്റും. കൊച്ചുകുട്ടികളുടെ ഷർട്ട് തീർച്ചയായിട്ടും നമ്മുടെ കൊച്ചു പെൺകുട്ടികൾക്കല്ലേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പെട്ടെന്ന് ചെയ്തെടുക്കാം. ഇതേവരെ തയ്യൽ പഠിക്കാത്തവർക്ക് പോലും ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി സ്കേർട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾ ഓൾറെഡി തമ്പനയിൽ കണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് കണ്ടു നോക്കാം. ആം ഹോളിന്റെ താഴെ വരെ വെച്ചിട്ട് നമുക്കൊരു മാർക്ക് കണ്ടോ, 16 ഇഞ്ച്. ഓക്കെ, കണ്ടോ. ഇനിയിപ്പോ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ആ പോർഷൻ അങ്ങ് മാറ്റാം. അപ്പൊ നമുക്ക് 16 ഇഞ്ചിന്റെ ഞാൻ ഇതിനെ കട്ട് ചെയ്ത് മാറ്റി. ഇപ്പൊ 2 പീസ് ആയിട്ടുണ്ട്. ഇത്ര ഉള്ളു ഇനിയിപ്പോ നമുക്ക് ആകെ വർക്ക് ചെയ്യാനുള്ള പോർഷൻ. നിങ്ങൾക്ക് പല രീതിയിൽ ഇതിനെ ചെയ്തെടുക്കാം. ഇനിയിപ്പോ പ്രത്യേകിച്ച് ഒന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടുന്ന് അടിച്ചു കൊടുത്ത് ഇവിടുന്ന് അടിച്ചു കൊടുത്തു. സി, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞ എന്താന്ന് മനസ്സിലായല്ലോ? നോക്കിക്കോളൂ. നമുക്ക് പല രീതിയിൽ, എടി പെണ്ണ ഇങ്ങോട്ട് മാർക്കേ, നിങ്ങൾക്ക് ഈ സ്കേർട്ടിനെ പല രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റും. ഒന്നാമത്തെ മെത്തേഡ് ഞാൻ ജസ്റ്റ് പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ആദ്യം നമ്മുടെ അരവണ്ണം, വേസ്റ്റിന്റെ വണ്ണം നോക്കുക. നിങ്ങൾക്ക് എത്രമാത്രം ലൂസ് വേണമെന്ന് നിങ്ങളൊന്ന് ഡിസൈഡ് ചെയ്തതിന് ശേഷം ദാ ഈ ഭാഗം കണ്ടോ, ഇങ്ങനെ മടക്കുക. നമ്മൾ ആ ഷേപ്പ് അനുസരിച്ച് വെച്ചൊന്ന് മടക്കിയെടുക്കുക. കണ്ടോ, ഷേപ്പ് അനുസരിച്ച് വെച്ചൊന്ന് മടക്കിയെടുക്കുക. നോക്കിക്കേ, അപ്പൊ നല്ല അടിപൊളി സ്കേർട്ടായി. നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ കേർവ് രീതി കിടക്കത്തക്ക രീതിയിൽ പൂച്ചാപ്പ് വരുന്നുണ്ടോ? എടി പെണ്ണ ഇന്നോട്ടാണോ മച്ചു? എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. അവിടെ എല്ലാവർക്കും ഒരു ഹായ്. ഹായ് ഹായ്, എല്ലാവർക്കും ഒരു ഹായ് പറഞ്ഞേ. ഹായ് ഹായ്. അപ്പൊ എത്രമാത്രമാണോ നിങ്ങൾക്ക് വേസ്റ്റിന് വണ്ണം വേണ്ടേ അത് വെച്ച് നോക്കിയതിന് ശേഷം ഈ പോർഷനെ നിങ്ങൾ ഒന്ന് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് കോണ് പോലെ വെട്ടിക്കളയുക, അടിക്കുക. ഇവിടെ എലാസ്റ്റിക് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. സംഭവം റെഡി. അല്ലെങ്കിൽ ഇത് നല്ല ഷേപ്പിൽ തന്നെ കിടക്കാൻ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് ഹുക്ക് പിടിപ്പിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ. ഈ ഫ്രണ്ടിലെ ഓപ്പണിങ്ങിന്റെ ഈ ഭാഗത്ത് നിങ്ങൾക്കൊന്ന് ഒരടിപ്പ് അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സംഭവം അനങ്ങാതെ അവിടെ നിൽക്കും. ഫ്രണ്ടിൽ ഇതുപോലെ ചെറിയ ഓപ്പണിങ് വേണമെങ്കിൽ ആ ചെറിയ ഓപ്പണിങ് കൊടുക്കുകയും ചെയ്യാം. പറഞ്ഞ് മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ ഞാൻ പറഞ്ഞേ? അതിന്റെ ഒരു പിക്ചർ ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇട്ടേക്കാം. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഞാൻ എന്നാ എടുക്കണമെന്നൊന്ന് പറഞ്ഞേ. ഹലോ സുന്ദരി, നിന്റെ ഉദ്ദേശം എന്നതാ? ഞാനിവിടെ തയ്ക്കാൻ വന്നതാ. ഇവിടെ എത്ര പേര് നിന്നെ കണ്ടോണ്ടിരിപ്പുണ്ടെന്ന് അറിയാമോ? ഉറങ്ങേണ്ട സ്ഥലമാ ഇത്. എന്റെ പൊന്നെ, എടി ചക്കരെ, ആന്റി തയ്ക്കട്ടെ. ഓക്കെ, ചക്കര മുച്ചിക്കൂടെ നീ ഇവിടെ കിട്ടുമ്പോ ഇന്ന ആന്റി ഒന്ന് അച്ഛനൊന്ന് പറഞ്ഞിട്ടോ. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഈ പോർഷനെ അങ്ങ് കട്ട് ചെയ്ത് മാറ്റാൻ പോവുകയാണ്. കട്ട് ചെയ്ത് മാറ്റുക എന്ന് പറയുന്നത്, നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഈ പോർഷൻ കണ്ടോ, ഇത് നമുക്കങ്ങ് മുറിച്ചു മാറ്റിയാൽ. ഓക്കെ, അപ്പൊ നമ്മൾ ആ 2 പോർഷനും കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രോപ്പർ ആയിട്ടൊരു തുണിയായിട്ട് തന്നെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഈസി ആയിട്ട് നമുക്ക് അത്രയും പോർഷൻ കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് അറിയാമോ? സി, നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പീസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കണ്ടല്ലോ. ഇനി ഞാൻ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാമോ? ഈ ഭാഗം കേർവ് ആയിട്ടാണ് ഇരിക്കുന്നത് അല്ലെ? കാണാൻ പറ്റുന്നില്ല? ഈ ഭാഗം കേർവ്, അതിനെ കൂടെ ഞാനങ്ങ് സ്ട്രെയിറ്റ് ആക്കുക. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മൾ ആ പീസും കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്ക് നമുക്കൊരു സ്ക്വയർ പീസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇതിനെ 2 ആയിട്ട് മടക്കുന്നു. ദാ ഇതിനെ നമ്മൾ ഇതുപോലെ 2 ആയിട്ട് മടക്കി. ഓക്കെ, ഈ ഓപ്പണിങ്ങിന്റെ ഭാഗം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ഓപ്പണിങ്ങിന്റെ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഇതുണ്ട്, ഇതുപോലെ ഒരു കേർവ് വരച്ചു കൊടുക്കുക. സി, ഇതുപോലെ ഒരു കേർവ്, മനസ്സിലായോ? ഇവിടുന്ന് കണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ നല്ലൊരു കേർവ് കണ്ടോ. അങ്ങനെ കേർവ് വരയ്ക്കുമ്പം ഇവിടുന്ന് ഏകദേശം ഒരു 5 ഇഞ്ചോളം പോയിട്ടുണ്ട് കേട്ടോ. സി, അപ്പൊ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇതുപോലെ 2 കേർവാണ് ഇവിടെ കിട്ടിയേക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. കേർവ് കണ്ടോ? സി,
ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതലും മനസ്സിലാകുവാൻ പോകുന്നത്. കണ്ടോ, ഇതിങ്ങനെ കണ്ടോ. ആദ്യത്തെ പോർഷൻ നമ്മൾ ഇങ്ങനെ വരുന്നു, കണ്ടോ ഇവിടെ ഇങ്ങനെ കേർവ്. രണ്ടാമത്തെ പോർഷൻ ഈ വരയുള്ളതായിട്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നത്. രണ്ടാമത്തെ പോർഷൻ നമ്മൾ ഇത് ഉടുക്കുന്ന സമയത്തും ഇതിന്റെ ഒരറ്റം നമ്മുടെ ഒരു വേസ്റ്റിന്റെ സൈഡിലേക്ക് വരും, മറ്റത് മറ്റേ സൈഡിലേക്കും വരും. ഓക്കെ, ഇത് കവേർഡ് ആയിരിക്കും, എന്നാൽ ഇത് ഓപ്പണും ആയിരിക്കും. ആ രീതിയിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്യുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു ഷർട്ട് എടുത്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾ ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര വേസ്റ്റ് ഉണ്ടെന്ന് നോക്കുക. വേസ്റ്റിൻ്റെ ഒരു 4 ഇഞ്ച് കൂടെ നിങ്ങൾ എക്സ്ട്രാ ഇടുക. ആ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞ് എത്രമാത്രം തുണി മിച്ചം വരുന്നു. ഇതിനെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഇഞ്ചാണ് മൊത്തത്തിൽ വരുന്നത്. ഇത് രണ്ടായിട്ട് മടക്കിയ തുണിയാണല്ലോ, 2 ഇഞ്ച് മൊത്തം വരുന്നു. അപ്പൊ നമ്മൾ എന്നാ എടുക്കുന്ന അറിയാമോ, ഈ തുണിയുടെ സെന്റർ ഭാഗം കണ്ടതിന് ശേഷം, ഇതാണല്ലോ ഇതിന്റെ സെന്റർ ഭാഗം, ഇത് ബാക്കിൽ പോകുന്ന പോർഷൻ അല്ലെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇതിന്റെ ഒരു ഏകദേശം ഒരു മിഡിൽ ഭാഗം കണ്ടതിന് ശേഷം കണ്ടോ, നമുക്ക് 2 പോയിന്റ്, നമ്മുടെ പുറയിൽ ഒരു 2 പോയിന്റ്, ഇത് മിഡിൽ പോർഷൻ. ഞാൻ കാണിക്കാം, ഇത് മിഡിൽ പോർഷൻ. ഇതിന്റെ ഒരു 2 പോർഷനിലായിട്ട് നിങ്ങളിതേ ഹാഫ് ഇഞ്ച് വെച്ച് നിങ്ങൾ പിടിക്കുമ്പോൾ ഒരു സൈഡ് 1 ഇഞ്ചായി, അതുപോലെ ഇവിടെയും 1 ഇഞ്ചായി. അങ്ങനെ 2 ടക്ക് കൊടുക്കുക. നിങ്ങൾ ഇങ്ങനെ ടക്ക് കൊടുത്ത് കുറച്ച് നീളത്തില്, ഒരു 5 ഇഞ്ച് 6 ഇഞ്ച് നീളത്തില് ഒരു ടക്ക് കൊടുക്കുക. അപ്പൊ ഇത് പുറകിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഞാൻ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇത് വരുന്ന ഒരു ഭംഗി നിങ്ങൾ കണ്ടാവും. ഇവിടെ 2 ടക്ക് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തിട്ട് വേണം നമ്മൾ അരവണ്ണം നമ്മളൊന്ന് 1.25 ഇഞ്ച് മടക്കാൻ കേട്ടോ. ഒരു 1/4 ഇഞ്ച് ആദ്യം മടക്കി, അത് കഴിഞ്ഞ് 1 ഇഞ്ച് വീതിക്ക് മടക്കുവാൻ വേണ്ടി. അതെന്തായാലും ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം. നമ്മൾ 1/2 ഇഞ്ച് തുടങ്ങുന്നു. ഇതുണ്ടോ, 1/2 ഇഞ്ച് കൊണ്ട് വെച്ചിട്ട് സ്ട്രെയിറ്റ് തുണിയാണെന്ന് നോക്കണം കേട്ടോ. സ്ട്രെയിറ്റ് തുണി ഒന്ന് പിടിച്ചു വെക്കുക, അല്ല അതിങ്ങനെ ഒരുമാതിരി ഇരിക്കും, നല്ല ഭംഗിയിൽ വരത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കേട്ടോ. ഇതിപ്പോൾ ഒരു സ്ട്രെയിറ്റ് ആയിട്ടുണ്ട് കണ്ടോ. സ്ട്രെയിറ്റ് തുണിയായിരിക്കണം, കോണിച്ചു പോവല്ലേ. ഓക്കെ, നമ്മളിങ്ങനെ സ്ട്രെയിറ്റ് അത് വെച്ചതിന് ശേഷം ആ ഹാഫ് ഇഞ്ചിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ചെരിച്ചാണ് അടിക്കുന്നത്. നോക്കൂ കേട്ടോ, കണ്ടോ കണ്ടോ, നമ്മൾ ചെരിച്ചടിച്ചങ്ങ് വിട്ടു. മനസ്സിലായല്ലോ? ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മൾ കണ്ടോ, ഇവിടുന്ന് തുടങ്ങിയിട്ട് നമ്മൾ ഇങ്ങനെ ചെരിച്ച് നമ്മൾ കൊണ്ട് കൊടുത്തു. ടക്കെടുത്തല്ലേ, അത് തന്നെ പരിപാടി. ഇനി അടിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിക്കോണേ, എൻ്റെ പുറകെ കണ്ടോണേ. ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടോ? അടിപ്പ്, 2 അടിപ്പ് കണ്ടോ. ഇതിപ്പോൾ പുറകെ നമ്മൾ നോക്കുമ്പോൾ നല്ല രസമായിട്ടിരിക്കും ഇവിടെ കൊണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വണ്ണം കുറഞ്ഞു, ഇത്ര അടിച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ 2 ഇഞ്ച് കുറഞ്ഞു. അപ്പം കറക്റ്റ് ഫിറ്റ് ആയിട്ടുണ്ട് ഇത്. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇത് ആദ്യം നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗമാണിത്. 1/4 ഇഞ്ച് ആദ്യം ഒന്ന് വെച്ചു, അതിനുശേഷം നമ്മൾ ഏകദേശം 1 ഇഞ്ചോളം വെച്ചങ്ങ് മടക്കുക. അപ്പം നല്ല ഭംഗിയായിട്ടുള്ള വേസ്റ്റ് നമുക്ക് കിട്ടും. ഓക്കെ, ഇതിനെ ഒന്ന് അടിച്ചു കൊടുക്കുക, അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഇത് മുഴുവൻ ഒരേ രീതിയിലാണ് നമ്മൾ അടിച്ചേക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ, നമുക്കിവിടെ കേർവ്ഡ് ആയിട്ടാണ് വരുന്നത് അല്ലേ, കേർവായിട്ട്. ഈ കേർവ് ഒന്നുകിൽ നിങ്ങൾക്ക് ഉരുക്കാം, ജസ്റ്റ് ഒന്ന് ഉരുക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾ അടിക്കേണ്ടി വരത്തില്ല. നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ എളുപ്പമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിനെ അടിച്ചു തന്നെ കൊടുക്കുക. നമ്മൾ കണ്ടോ ഇങ്ങനെ ചുരുട്ടി അടിക്കത്തില്ലേ, ഉരുട്ടി അടിച്ചടിച്ചടിച്ച് നിങ്ങൾ ഇങ്ങ് വരെ കൊണ്ടുവരിക. അതാണ് നിങ്ങൾക്ക് അടുത്ത് ചെയ്യാൻ പറ്റുന്ന പരിപാടി. അങ്ങനെ ഉരുട്ടി അടിച്ച ശേഷം നിങ്ങൾക്ക് നമുക്ക് ഫ്രില്ല് വെച്ച് കൊടുക്കാന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, സൈഡിലൊക്കെ വെച്ച് കൊടുക്കാൻ പറ്റും. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ള ലേസ് വാങ്ങിച്ചടിക്കുന്നതായിരിക്കും ഏറ്റവും ഭംഗിയും പെർഫെക്ഷനും. കാണാൻ ഒരു പ്രത്യേക രസമായിരിക്കില്ല ലേസ്. അത് എൻ്റെ ഒരു ഇഷ്ടമാണെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ വേണേലും ചെയ്ത് കൊടുക്കുക. ഇതാകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഉരുക്കിയിട്ട് ഇങ്ങനെ അടിച്ചു പിടിപ്പിക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരത്തില്ല. അത് കാണാനും നല്ല ഭംഗിയായിരിക്കും, അത് നല്ല രസമായിട്ടിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാൻ ലേസാണ് പിടിപ്പിക്കാൻ പോകുന്നത്, എളുപ്പമുണ്ടല്ലോ അതുകൊണ്ട് കേട്ടോ. ഞാനിതിൻ്റെ എന്തായാലും ഈ 2 അറ്റവും ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കും, എന്നാലും നമ്മൾ ആ അടിച്ച ഭാഗം ഭംഗിയിലിരിക്കത്തുള്ളൂ കേട്ടോ. ജസ്റ്റ് ആ 2 എൻഡ് മാത്രം നിങ്ങൾ ഈ കാണുന്ന പോലെ ഒന്ന് അടിച്ചു കൊടുക്കുന്നു കേട്ടോ. കണ്ടോ, ഇതിൻ്റെ താഴ്ഭാഗത്ത് മുഴുവൻ നമ്മൾ ഇതുപോലെ ലേസ് വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. കർവും എല്ലാം 2 സൈഡ് മുഴുവൻ ചെയ്തേക്കാണ്. ഇനിയിപ്പോൾ നമുക്ക് ആകെ ചെയ്യാനുള്ള പരിപാടി എന്ന് പറയുന്നത്, ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനകത്തൂടെ ഒരു കെട്ട് നമുക്ക് വേണേൽ പിടിപ്പിച്ചു കൊടുക്കുക. അതിനകത്തൂടെ കയറ്റി ഇറക്കുക, നാട കയറ്റി ഇറക്കുക. എന്നിട്ട് നമുക്ക് ജസ്റ്റ് കെട്ടിട്ട് നല്ല സ്റ്റൈലിഷ് ആയിട്ടൊരു കെട്ടിട്ട് വേണമെങ്കിൽ സൈഡിൽ കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് തന്നെ ഈ അറ്റത്തുനിന്ന് തന്നെ വേണമെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താലും മതിയാവും. എന്തായാലും ഞാനത് നിങ്ങളത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ഷർട്ടിന്റെ ബാക്കിൽ നിന്ന് നമ്മൾ 2 പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതായിരിക്കും നമ്മൾ ഇതിന്റെ എന്താ പറയുക കെട്ടാനുള്ള സാധനമായിട്ട് ഉപയോഗിക്കാൻ പോകുന്നു. ഓക്കെ, ഇങ്ങനെ നന്നായിട്ട് തൂങ്ങി കിടക്കത്തക്ക രീതി. ഇനി ആ കെട്ടിന്റെ അറ്റത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വേണേലും പിടിപ്പിക്കുകയും ചെയ്യാം. അപ്പം ഞാൻ എന്തായാലും
ഇതിനെ ഒന്ന് മടക്കി വെച്ചൊന്ന് അടിച്ചു വിടാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ സ്കേർട്ട് എങ്ങനെ തയ്ക്കുന്നതെന്ന് കണ്ടില്ലേ? വളരെ എളുപ്പമല്ലായിരുന്നോ? ആകെ ഞാൻ ജസ്റ്റ് പറഞ്ഞു പോയെന്ന് വെച്ചാൽ നമ്മുടെ ഈ കെട്ടായിരുന്നു. നിങ്ങൾക്ക് ഒന്നിങ്ങനെ നിങ്ങൾ കെട്ടാണ് പിടിപ്പിക്കുന്നെങ്കിൽ നല്ല നീളത്തിലുള്ള കെട്ട് പിടിപ്പിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനിങ്ങനെ കാണിക്കാവേ. എന്ന് വെച്ചാൽ നമ്മൾ ഇതിനിങ്ങനെ ചുറ്റി എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വന്നു, നിങ്ങൾ കണ്ടല്ലോ, ഈ സൈഡിൽ വന്നു, അതിനുശേഷം നമ്മൾ ഈ സൈഡിലോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ ഒരു നല്ല ഭംഗിയാണ് ഈ ഫ്രണ്ടിലത്തെ സൈഡ് കാണാൻ വേണ്ടി. അപ്പോഴത്തേക്ക് ഈ സൈഡിലത്തെ ചരട് എന്ന് പറയുന്നത്, അപ്പൊ ഈ സൈഡിലത്തെ നമ്മൾ കെട്ടാനുള്ള ടൈ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വട്ടം കറക്കി കൊണ്ടുവരണം കേട്ടോ. ഇതിലൊക്കെ വട്ടം കറക്കി കൊണ്ടുവന്ന് കെട്ടുക. ഒന്നുകിൽ ഈ സൈഡിൽ കെട്ടാം, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ സൈഡിൽ തന്നെ കെട്ടിയിടുന്നതിന് കുഴപ്പമില്ല. കാരണം ഈ ഇങ്ങനെ കിടക്കുന്നതിന്റെ ആ ഭാഗത്ത് തന്നെ കെട്ടുന്നതിന് കുഴപ്പമില്ല. ഇല്ല എന്നുണ്ടെങ്കിൽ എളുപ്പമാർഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഹുക്ക് പിടിപ്പിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അറിയത്തില്ല ഹുക്ക് പിടിപ്പിക്കാൻ, അങ്ങനെ ഹുക്ക് പിടിപ്പിച്ചാലും മതിയോ. നിങ്ങൾക്ക് ലെഗിങ്സ് ഇറങ്ങി ഇടാം. കുട്ടികൾക്ക് ഇനിയിപ്പം ഇതിന് ഇറക്കക്കുറവുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്. കൊച്ചു കുട്ടികൾക്ക് പിന്നെ ഒരു ഇറക്കം കുറഞ്ഞിരുന്നതാണ് എനിക്കിഷ്ടമാണ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടം കേട്ടോ. പിന്നെ എന്താ പറയാ, വലിയവർക്കാണെങ്കിൽ എന്ന് വെച്ചാൽ നമ്മുടെ കുറച്ച് മുതിർന്ന പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് ലെഗിങ്സ് ഇടിച്ചിട്ട് ഇതിടാൻ നല്ല. ഇതൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രത്യേകിച്ച് തൈല് പിടിക്കാൻ പോകേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ, നമുക്ക് എല്ലാവർക്കും തന്നെ ചെയ്യാന്നുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പൊ നമ്മുടെ ചാനലിൽ ആരെങ്കിലും പുതിയതായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ബെല്ലൈക്കണിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.